അപ്രതീക്ഷിതമായി ചെയ്തു തുടങ്ങിയ നുറുങ്ങു വീഡിയോകൾ. കോവിഡ് കാലത്തെ ബോറടി മാറ്റുവാൻ ഒരു വീട്ടമ്മ തുടങ്ങിയ സമയം പോക്ക് 4 വർഷങ്ങൾക്കിപ്പുറം അവരെ എത്തിച്ചത് നടൻ മമ്മൂട്ടിക്കരികെ അദ്ദേഹത്തിന്റെ ഭാര്യയായി സിനിമയിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവസരത്തിലേക്കാണ്. ഒരു സിനിമയിലോ സീരിയലിലോ മുഖം കാണിക്കുവാൻ പെടാപ്പാട് പെടുന്ന അവസരങ്ങൾ ചോദിച്ച് സംവിധായകർക്കും നടന്മാർക്കും പിന്നാലെ ആയിരങ്ങൾ നടക്കുന്ന കാലത്താണ് തിരുവനന്തപുരത്തെ നെടുമങ്ങാടുകാരി സീമയെ തേടി അവസരം വീട്ടിലേക്കെത്തുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥയും 2 പെൺകുട്ടികളുടെ അമ്മയുമായ സീമ ഇപ്പോൾ വീട്ടിലും നാട്ടിലും തൊഴിലിടത്തുമെല്ലാം താരമാണ്. ഒരൊറ്റ ഫോൺ കോളിലൂടെ സീമയെ തേടിയെത്തിയ അപൂർവ സൗഭാഗ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നെടുമങ്ങാടുകാരിയായി ജനിച്ചു വളർന്ന സീമ ഇപ്പോൾ ഭർത്താവിനും 2 പെൺമക്കൾക്കുമൊപ്പം കണിയാപുരത്താണ് താമസിക്കുന്നത്. ജോലി കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും. മാസം 83,000 രൂപയോളം ശമ്പളം വാങ്ങുന്ന സീമ കുടുംബവും ജോലിയുമായി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സാധാരണക്കാരി വീട്ടമ്മയായിരുന്നു. അതിനിടെയാണ് കോവിഡ് വരുന്നതും വീട്ടിലെ അടച്ചിട്ട അവസ്ഥയിലേക്ക് മാറുന്നതും. അപ്പോഴാണ് ടിക്ടോക്ക് വീഡിയോകൾ സമയം പോക്കിനായി ചെയ്തു തുടങ്ങിയാലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്ത് വീഡിയോകൾ ചെയ്യുവാൻ തുടങ്ങി. അഭിനയിക്കാനോ പ്രതിഫലിപ്പിക്കാനോ വലിയ കഴിവുകളൊന്നുമില്ലാതിരുന്നിട്ടും ചെയ്ത വീഡിയോകൾക്കെല്ലാം നല്ല കമന്റുകളും മെസ്സേജുകളുമായി മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് ഓഡീഷനുകളിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചത്. ആദ്യത്തെ ഓഡീഷൻ വാശി എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അതിൽ അവസരം ലഭിക്കുകയും ടൊവിനോയുടെയും കീർത്തി സുരേഷിന്റെയും ഒപ്പം ഒരു കോടതി സീനിൽ അഭിനയിക്കുകയും ചെയ്തു. വാശി എന്ന സിനിമയിലേക്ക് വിളി വന്നതിന് ശേഷമാണ് ഭർത്താവിനോട് തന്നെ കാര്യം പറഞ്ഞത്. ഭർത്താവും വീട്ടുകാരും പൂർണ്ണ പിന്തുണയോടെ നിന്നു. വാശിക്ക് ശേഷം മുറ എന്ന സിനിമ ചെയ്തു. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചതും. മുറയുടെ ചിത്രീകരണം കഴിഞ്ഞപ്പോഴാണ് കൂടെ അഭിനയിച്ച രതീഷ് മമ്മൂട്ടി സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന സ്ത്രീകളെ ആവശ്യമുണ്ടെന്നും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞത്. അങ്ങനെ അയച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ടാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളി വരുന്നത്. ആദ്യം വിളിച്ചപ്പോൾ വലിയ പ്രാധാന്യമില്ലാത്ത ചെറിയ വേഷമായിരിക്കുമെന്നാണ് കരുതിയത്. കാരണം 2 ദിവസത്തെ ഷൂട്ട് മാത്രമായിരുന്നു പറഞ്ഞത്. ആ സിനിമയിലെ എല്ലാ നടിമാർക്കും 2 ദിവസത്തെ ഷൂട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പിന്നീടാണ് അറിഞ്ഞത്. പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ വിളിച്ചപ്പോഴാണ് മമ്മൂട്ടി സാറിന്റെ ഭാര്യയുടെ വേഷമാണെന്നും ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇപ്പോഴും കളങ്കാവലിൽ സീമ അഭിനയിച്ചു എന്നത് അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം. കാരണം സിനിമയിലെ ലുക്കും നേരിട്ടുള്ള രൂപവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇനിയും വ്യത്യസ്തമായ വേഷങ്ങളും നല്ല നല്ല സിനിമകളും ലഭിച്ചാൽ ജോലിയോടൊപ്പം തന്നെ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സീമയുടെ ആഗ്രഹവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.